പടം എന്ന് പറഞ്ഞണ്ടല്ല, ഇതാണ് മക്കളെ പടം. ഉഫ്, തരുൺ മൂർത്തി സാറിന് സത്യം പറഞ്ഞ ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് ഉണ്ട് ഈ ഫിലിമിന്റെ ഡയറക്ടറായിട്ടുള്ള ലാലേട്ടൻ. ഓന്റെ പൊന്നോ, മോഹൻലാൽ ദ കംപ്ലീറ്റ് ആക്ടർ. ഇതാണ് നമ്മുടെ മോഹൻലാൽ. ഒരുപാട് കാലം എന്ന് വെച്ചാൽ ഒരുപാട് കാലം ഇതുപോലെ മോഹൻലാലിനെ കാണാൻ കാത്തിക്കണ്. പണ്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ആ ഒരു ഫീൽ ഉണ്ട്. ഓ, ഇങ്ങനെ ഫ്രെയിം നിറഞ്ഞു നിൽക്കും, ഫ്രെയിമിലുണ്ടാവും. അയ്യോ, ഒന്നും പറയാനില്ല ഫിലിമിനെ കുറിച്ച്. ഓ, പക്ക. തുടരുന്ന എന്ന ഫിലിം ഉണ്ടല്ലോ, തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന തിയേറ്ററിൽ പോയി തന്നെ കാണാം. അത്രയ്ക്ക് പക്ക ഫിലിമാണ്. പൊള്ളി സാധനം, ഒരു രക്ഷയില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ ഫിലിമിന്റെ റിവ്യൂ ആണ്. തുടരും ആ പടം, അങ്ങനെ ഒരു പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ തരുൺ മൂർത്തി സാറ്, അതായത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ തരുൺ മൂർത്തി സാറ്, അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലാലേട്ടനും. ഇങ്ങനെ നമ്മൾ ഒരുപാട് കാലമായിട്ട് ലാലേട്ടൻ്റെ ആരാധകരായിട്ടുള്ള എല്ലാവരും ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന് ഇങ്ങനെ ഓരോ സിനിമ ആണെങ്കിലും ഞാൻ പേഴ്സണലി ആഗ്രഹിക്കാറുണ്ട് ഓരോ സിനിമ ആണെങ്കിലും. പക്ഷെ പണ്ടത്തെ ലാലേട്ടൻ വന്നിരുന്നെങ്കിൽ അതൊന്നും രസമായിരുന്നു പണ്ടൊക്കെ. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മോനെ, ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് പോവും. നമ്മളിങ്ങനെ മറ്റേ സെക്കൻഡ് ഹാഫിൽ ഫ്രെയിം ഉണ്ട്. ഓ, സെക്കൻഡ് ഹാഫിലത്തെ ഫ്രെയിമിൽ ലാലേട്ടൻ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ഒരു ഒറ്റയാന വന്ന് നിൽക്കണമല്ലേ. ലാലേട്ടനെ ക്രിയേറ്റ് ചെയ്തൊരു ഒറ്റയാനായിട്ടാണ് നമ്മളിങ്ങനെ അത്ര ഞെട്ടിപ്പോവും. സിനിമ ടോട്ടലി കംപ്ലീറ്റ് പാക്കഡ്, കംപ്ലീറ്റ് എൻഗേജ്. ഫസ്റ്റ് ഹാഫ് ടോട്ടൽ എൻഗേജിങ്. ഫസ്റ്റ് ഹാഫിൽ തീരെ ലാഗില്ല. ഫസ്റ്റ് ഹാഫ് ലെങ്ത് ഉണ്ട് ഫിലിം, പക്ഷെ നമുക്ക് തീരെ ലാഗ് തോന്നില്ല. നല്ല ടോട്ടൽ എൻഗേജിങ്. നമ്മൾ കൈയടിക്കേണ്ട സീനാണ്, കൈയടിച്ച് ചിരിക്കേണ്ട സീനാണെങ്കിലും തല്ലണ സീനാണെങ്കിലും ഒക്കെ അടിപൊളി. പിന്നെ എടുത്ത് പറയാനുള്ളത് വെച്ചാൽ ഫിലിമിൽ ആക്ട് ചെയ്ത എല്ലാവരും അടിപൊളി തന്നെ. വില്ലനായിട്ട് ആക്ട് ചെയ്ത ടീംസ്, ഓ, ഒരു രക്ഷയില്ല. മെയിൻ വില്ലനൊക്കെ ഉണ്ട്. ആളുടെ ചിരിയിലൊരു വില്ലനിസം ഉണ്ട്. ആള് തന്നെ നല്ലൊരു സ്ഥലത്താണ് ചിരിക്കണത്. മീൻസ് ഒരു കോമഡി ആക്കാനൊക്കെ ചിരിക്കണതായിരിക്കും, ഒരു കൈൻഡ്നെസ് കാണിക്കാം. പക്ഷെ ആ ചിരിയിലുണ്ട് ഒരു വില്ലനിസം. നമ്മള് ആളുടെ ചിരി കാണുമ്പോൾ ഉള്ളിൽ ക്യൂരിയോസിറ്റിയാ, ഇനി എന്ത് പറ്റും എന്ന്. അങ്ങനത്തെ ടൈപ്പാണ് സിനിമ എന്ന് വെച്ചാൽ. ഒരു രക്ഷയില്ല. വില്ലൻസായിട്ട് ആക്ട് ചെയ്തവരെ അത് വീണ്ടും എടുത്ത് പറയേണ്ടി വരും. കാരണം സിനിമ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ വില്ലൻസായിട്ട് ആക്ട് ചെയ്തവരെയാണ്. കാരണം നമുക്ക് അവരുടെ അത്രയും ദേഷ്യം വരും, അത്രയും വെറുപ്പ് തോന്നും. ലാലേട്ടൻ്റെ ഒരു അടിക്കൊക്കെ അവർ വീഴുമുണ്ടല്ലോ, കോവി നിന്ന് കൈയടിക്കും. അതിന്റെ തിയേറ്ററിന്റെ അകത്ത് ഫുള്ള് ഒച്ചപോലെ. ആ ഒരു അടിക്ക് നമ്മൾ സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ആകുമ്പോൾ കൈയടി നിർത്തൂല, ഓരോ അടിക്കും കൈയടിച്ചോണ്ടിരിക്കും. അത്ര പക്ക പാക്കഡ് ഫിലിം. ഈ സിനിമ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്നു. അയ്യോ, വെറുതെ അല്ല, ലാലേട്ടൻ തന്നെ കംപ്ലീറ്റ് ആക്ടർ. ആരാണ് ഇതാണ് നമ്മുടെ ലാലേട്ടൻ. അയ്യോ, അത്ര സന്തോഷമായി എനിക്ക് സത്യം പറഞ്ഞിട്ടില്ല. ഞാൻ ടോട്ടലി ഹാപ്പി, അത്ര സന്തോഷമായി. ഈ ഫിലിം തിയേറ്ററിൽ പോയി കണ്ടതിൽ 100% സാറ്റിസ്ഫൈഡ്. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾക്കൊക്കെ സത്യം പറയും, ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. അത്രയും തിയേറ്റർ ഫിലിമാണ് ഇത്. അത്രയും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഫിലിമാണ്. സെക്കൻഡ് ഹാഫിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട്സ്, ബീറ്റ്, ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിലല്ല, അതങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ സ്റ്റോറി ലൈൻ, പക്കാ സ്റ്റോറി ലൈൻ. ഫിലിം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്. അപ്പോൾ ഇതിൽ ലാലേട്ടൻ ഒരു ടാക്സി ഡ്രൈവറാണ്. ഷൺമുഖം എന്നാണ് പേര്. ഒരു പണ്ടത്തെ ഒരു അംബാസിഡറാണ് ലാലേട്ടൻ ഓടിക്കുന്നത്. അപ്പോൾ ഈ ഷൺമുഖം എന്ന് പറഞ്ഞ ടാക്സി ഡ്രൈവർ പോണ സമയത്ത് അവൻ്റെ വണ്ടിയിൽ ഒരാൾ കഞ്ചാവ് വെക്കും. അതായത് സർവീസിന് ഞാൻ കൊടുക്കുന്നതാണ്. പരിചയമുള്ള ഒരാളാണ്, പക്ഷെ അത് വണ്ടി കഞ്ചാവ് കൊണ്ടുപോകാൻ വേണ്ടി ഓടിച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ട് വണ്ടി പോലീസ് സ്റ്റേഷനിലാവും. അങ്ങനെ പോലീസുകാരായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി വണ്ടി ഇറക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട്, പക്ഷെ പറ്റൂല. അവിടെ ഒരു പോലീസുകാരനുണ്ട്. ആൾക്ക് ഭയങ്കര ഹേറ്റഡ് ആയിരിക്കും, ഭയങ്കര ഈഗോ പ്രോബ്ലം ആയിരിക്കും, ഒരു കോൺസ്റ്റബിൾ. അപ്പോൾ ആളിങ്ങനെ സമ്മതിക്കൂല. അങ്ങനെ കാര്യങ്ങളൊക്കെ വിട്ട് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ട്, അത് മോഹൻലാലിന് ഈ വണ്ടിയിലോട് പേഴ്സണലി ഭയങ്കര ഫീലിങ്സ് ഉള്ളതാണ്. ഇത് നമ്മുടെ ഈ പഴയ അംബാസഡറിനോട്. കാരണം അത് മോഹൻലാലിന് അത്രയും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. അങ്ങനെ ലാസ്റ്റ് അവിടത്തെ സർക്കിൾ ഇൻസ്പെക്ടറിനോട് പറഞ്ഞു നമ്മൾ വണ്ടി ഇറക്കും. അങ്ങനെ വണ്ടി പോയി. പിന്നെ ഈ സർക്കിൾ ഇൻസ്പെക്ടർമാർ ചെയ്തൊരു പരിപാടിയുണ്ട്, ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു പരിപാടി, ഒരു തെറ്റ് ഒരു കൊല ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അതിനെ തുടർന്നാണ് ബാക്കിയുള്ള കഥകളൊക്കെ പോണത്. പക്ഷെ ഇത് ടോട്ടലി നമ്മൾ ആ ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും അത് മെയ്ക്ക് ചെയ്തേക്കണത്. ഈ ഫിലിമിന്റെ ടോട്ടൽ ആൻഡ് എൻറ്റയർ ക്രൂവിനോട് നമ്മൾ താങ്ക്സ് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അവർ ഇങ്ങനത്തെ ഒക്കെ ഫിലിം അവർ പാക്ക് ചെയ്ത് അവർ ലാലേട്ടൻ അങ്ങനെ സെറ്റ് ചെയ്ത് ഓരോ ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന, മറ്റേ മെയിൻ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ്, സെക്കൻഡ് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരി. ഇത് മൂന്നുമായിട്ടാണ് കാണിച്ചേക്കണത്. നരി വെച്ച് ചെന്നായി അങ്ങനെയാണ് കാണിച്ചേക്കണത്. അത് തന്നെയാണ് ആ ഒരു 3 ഫിലിം ആനിമൽസിനെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചത്. ആ തിയേറ്ററിൽ അവര് ഇങ്ങനെ അങ്ങനെ വരുത്തി തീർത്തു. അത്ര അവരതാണെന്ന് വരുത്തി തീർത്തു. അത്രയും ലാലേട്ടന്റെ ഇടിയുണ്ട്. ഓന്റെ പൊന്നോ കിൻഡല് കണക്കിന് ഇടി. നമ്മള് തിയേറ്ററിൽ ഓരോ ഇടിക്കും. ഇത്ര ഈ മനുഷ്യന് ഇത്രക്ക് പവർ ഉണ്ടായിരുന്നല്ലോ. ആ ചാടി അടിക്കുന്ന എന്റെ പൊന്നോ. അയ്യോ എപ്പോഴാ എങ്ങനെ പറ്റണേ? കാലങ്ങളായിട്ടാ. അത്രയും സന്തോഷം ഉള്ളതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇത് പറയണത്. നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണണം. ഞാൻ അത്ര പറയും. എനിക്ക് അത്ര ഇഷ്ടമായ ഫിലിമാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോ പോയി ഞാൻ വിടുന്നത് വരേക്കും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്, ബെല്ലൈക്കണൊക്കെ അടിച്ചു വെക്കുക. ആവശ്യം വരും. ബൈ ബൈ.